എൻ്റെ അളിയ ഞാനങ്ങും വരുന്നില്ല. അല്ലെ അജി നീ ഒന്നും വാ, ഇവിടെ എല്ലാരും ആർമാദിക്ക് വാടാ. എടാ ചെറുക്ക ഇങ്ങോട്ട് വാടാ, എത്ര നേരം അവിടെ ചോറ് വിളമ്പി വെച്ചിട്ട്. അമ്മ വരുവാ അമ്മേ. എൻ്റെ അളിയ ഇവിടെ അമ്മ ചോറൊക്കെ വിളമ്പി വെച്ചിരിക്കുക, നിങ്ങൾ പോയി അടിച്ചു കൂടി, ഞാൻ വരുന്നില്ല. അല്ലെ ഇനി ഇതുപോലെ നമ്മൾ ഒരുമിച്ച് ഈ കുളത്തിൽ കുളിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അറിയാലോ, അടുത്ത മാസം ഞാൻ ബാംഗ്ലൂർ, അത് കഴിയുമ്പോ അമീറും. അങ്ങനെ നീ അടക്കം ഓരോരുത്തർ ഓരോ വഴി നോക്കി പോവിടാ. നീ ഒന്നും മിണ്ടാതെ നീ ഇങ്ങോട്ടൊന്ന് വന്നേ, നീ കരക്കിരുന്നാ മതി. നീ എന്നാളിയാ നമ്മൾ ഇതുപോലൊക്കെ ഒരുമിച്ചൊന്ന് മൈമോ, ഞാൻ വരാം. ഓക്കെ അമ്മേ, ചോറടച്ചു വെച്ചാ ഞാൻ വന്നിട്ട് കഴിക്കാട്ടാ. എടാ കഴിച്ചിട്ട് പോടാ. ഇതെന്തൊരു ഇരിപ്പാടാ നീ ഇങ്ങനെ തുടങ്ങിയ അമ്മയായിട്ട് സമാധാനിപ്പിക്കും. അമ്മ വിളമ്പി വെച്ച ചോറിൻ്റെ മുന്നിൽ നിന്നാണ് അവനന്ന് ഇറങ്ങിപ്പോയി. അതും പറഞ്ഞ അമ്മയുടെ കരച്ചിൽ. അന്ന് രാവിലെ എൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു 100 രൂപ എടുത്തിട്ട് അവൻ പറയുക, ഇനി അധികാരമൊന്നും ചേട്ടൻ എന്നെ സഹിക്കേണ്ടി വരത്തില്ല. എടാ അവൻ്റെ പുതിയ ജോലിയുടെ കാര്യമായിരിക്കും എന്ന് പറഞ്ഞത്. എന്നാലും അവൻ പറഞ്ഞ അറം പറ്റിപ്പോലോ. അനി ഒന്ന് വേഗം വീട്ടിലോട്ട് വേടാ. എന്തുവാടാ? എടാ ദിനു പേടിച്ചിട്ട് ഭയങ്കര ബഹളമൊന്ന്. പേടിച്ചിട്ടോ? എടാ നീ വീട്ടിലോട്ട് വേഗം വാ, നീ സംസാരിച്ച് ചിലപ്പോൾ ശരിയാകും. നാസറേ നീ കൂടെ വന്നേ. എടാ അവനെന്തുവാ ശരിക്കും സംഭവം? അജി മരിച്ചതിന് ശേഷം അവന് ഭയങ്കര പേടിയാ. ആ അവനൊരു വല്ലാത്ത അവസ്ഥയല്ല ഇപ്പം പോകുന്നത്. അജി എപ്പോഴും കൂടുണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് പാതിരാത്രി ആകുമ്പോൾ എണീറ്റിട്ട് ഭയങ്കര കരച്ചില. എന്നിട്ട് ഇവിടെ ഒരു മൂലയ്ക്ക് പോയിരുന്നു, പേടിച്ച് പറിച്ചിരിക്കുന്നു. എന്നിട്ട് എന്താ നീ ഇതുവരെ ഞങ്ങളോട് പറയാൻ? എവനെ അവസ്ഥയിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാടാ പറയുന്നത്? അത് മാത്രമല്ല, കുളിക്കുന്നില്ലെന്നും പറഞ്ഞ് കരക്കിരുന്ന അജിയെ പിടിച്ച് വെള്ളത്തിലിറക്കിയത് അവനാ കുറ്റബോധമുണ്ട്. അത് ഓർത്തപ്പം ഞാൻ എന്തൊക്കെയാടാ ദൈവ നീ പറയുന്നത്? അവന് ദൈവം അത്ര ആയുസ വിധിച്ചിട്ടുള്ളൂ. അതിന് ദിനുവിന് പറഞ്ഞിട്ട് എന്താ കാര്യം? എടാ നീ ഇവനും ഞാനും ഒക്കെ എങ്ങനെ നടന്നു അതുപോലെ തന്നെയല്ലേ അവന്മാർ. എടാ ദിനു എനിക്ക് എൻ്റെ അജി തന്നെയാടാ. ദിനു എന്താണ് നിനക്ക് പറ്റിയത്? അവനിവിടെ ഉണ്ട്. എവിടെ? അവനിവിടെ ഉണ്ടായിരുന്നു. ഉണ്ടെങ്കിൽ തന്നെ എന്താ? എനിക്ക് പേടി, എനിക്ക് അവനെ പേടി. എന്തിന്? കുഞ്ഞുനാൾ മുതൽ നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് നടന്നിട്ടില്ല. അവനെ എന്തിനാണോ പേടിക്കുന്നത്? നീ പറഞ്ഞതുപോലെ മരിച്ചു കഴിഞ്ഞിട്ട് അവൻ നിന്റെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ അവന് ഞങ്ങളെക്കാളൊക്കെ ഇഷ്ടം നിന്നോടായതുകൊണ്ടല്ലേ അവന്. അജി എൻ്റെ അനിയനാണെങ്കിലും അവൻ ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം നിന്നോടായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. അവൻ്റെ ആത്മാവ് നിന്റെ അടുത്ത് വരുന്നെന്ന് നിനക്ക് തോന്നുന്നുണ്ടേ? പേടിയുടെ പേര് പറഞ്ഞ് നീ അവനെ ഒഴിവാക്കരുത്. അതവന് വിഷമോ? എനിക്കും അമ്മയ്ക്കും അവനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം, പക്ഷെ ഞങ്ങൾക്ക് പറ്റുന്നില്ല. നിനക്കതിന് പറ്റുന്നുണ്ടെങ്കിൽ അവന് നിന്നോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കി. ഇപ്പം നിന്റെ പേടി മാറിയോടാ? സോറി അളിയ.